ക്രിക്ടോക്സ് വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ മിസ്റ്റർ കരുൺ നായർ, താങ്കൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? കളിയല്ലേ താങ്കൾ ഇന്നലെ കൈവിട്ട് കളഞ്ഞത്, അതും 2 വട്ടമല്ലേ താങ്കൾക്ക് അവസരം കിട്ടിയത്. ഇതാണ് പറയുന്നത് ക്രിക്കറ്റിൽ ക്യാച്ചേഴ്സ് വിൻസ് മാച്ചസ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ഒരു കൂറ്റൻ സ്കോർ അടിച്ചു, 264 എന്നൊരു കൂറ്റൻ സ്കോർ. അപ്പൊ അത് ചേസ് ചെയ്യുമ്പോ PBKs നമുക്കറിയാമല്ലോ, ഈ IPL തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ബാറ്റിംഗ് ടീമാണ് PBKs എന്ന് മാത്രമല്ല, അവർക്ക് 200-ന് മുകളിൽ സ്കോർ കണ്ടാൽ പ്രാന്തളകലാണ്. പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. IPL തന്നെ ഇന്ന് 11ാമത്തെ തവണയാണ് അവര് 200+ ചെയ്തത്. മറ്റൊരു ടീം അങ്ങനെ ചേസ് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, അവര് അവരുടെ റെക്കോർഡ് 264 ചെയ്ത റെക്കോർഡ് പൊട്ടിച്ചിട്ട് ഇന്നലെ 265 ചെയ്ത കാഴ്ച കണ്ടില്ലേ. ഇതെല്ലാം നമ്മൾ കളിയെ കുറിച്ച് വിശദമായിട്ട് നോക്കിയാൽ, ഡൽഹിക്ക് വേണ്ടിയിട്ട് KL രാഹുലും 10 നിസാങ്കും ചേർന്ന് ഓപ്പൺ ചെയ്തു. നിസാങ്കക്ക് കാര്യമായിട്ടൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം 7 റൺസിനാണ് നിസാങ്ക് ഔട്ട് ആവുന്നത് ഇന്നലെ. പിന്നെ KL രാഹുലിനെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ നിതീഷ് റാണ എത്തുന്നു. നിസാങ്ക് 11 റൺസ്, 7 പന്തിൽ 11. പിന്നെ KL രാഹുലും നിതീഷ് റാണയും 2 പേരും കൂടി അടിച്ചങ്ങ് കളിക്കുന്നു. അതിൽ KL രാഹുലിന്റെ ഒരു ക്യാച്ച് യഥാർത്ഥത്തിൽ ഒരു 10 റൺസ് ആവുമ്പോ ശശാങ്ക് സിംഗ് വിടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങള്. പക്ഷെ റാണയും രാഹുലും കൂടി ചേർന്നുകൊണ്ട് അടിയങ്ങട് തുടങ്ങി, വെടിക്കെട്ടങ്ങ് തുടങ്ങി. 220 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് 2 പേരും കൂടി അടിച്ചത്. നിതീഷ് റാണ ഫോമിലേക്കും ടച്ചിലേക്കും ഒക്കെ വന്നു. നമ്മളത് പറഞ്ഞതാണ്. അദ്ദേഹം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലേക്ക് മികച്ച ഫോമിലാണ്. ആ ഫോം ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ തുടക്കത്തിൽ 2 കളി പോയത് മോശമായി നിങ്ങൾ നോക്കണ്ട. കഴിഞ്ഞ കളി 50 അടിച്ചു, ഇപ്പൊ ഇന്നലെ 50 അടിച്ചു. അങ്ങനെ മികച്ച രീതിയിൽ കളിക്കുമ്പോൾ KL രാഹുലിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? 150 റൺസാണ്. IPL 150 കടക്കുന്ന ഇൻഡിവിജ്വൽ സ്കോറിൽ 3ാമത്തെ തരം അദ്ദേഹം മാറി. യൂണിവേഴ്സൽ ബോസിനും ബ്രണ്ടൻ മക്കൽക്കിന് ശേഷം ഇതാ ഇന്ത്യൻ സൂപ്പർ താരം KL രാഹുൽ ആയി കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഇന്നലെ 2 റെക്കോർഡുകൾ എടുത്തു. ഇപ്പോ IPL ഹിസ്റ്ററിയിലെ ടോപ്പ് 5 റൺ ഗട്ടറൊക്കെ KL രാഹുൽ വന്നു. സുരേഷ് റെയ്ന ഇതിഹാസ താരത്തിനെ മറികടന്നു അദ്ദേഹം. ഇപ്പോ KL രാഹുലാണ് നമ്പർ 5 ഉള്ളത്. അദ്ദേഹം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു, വമ്പൻ ഷോട്ടുകൾ അടിച്ച് കളിച്ചു. അവസാനം ലാസ്റ്റ് ഒരു അല്പ സ്ലോ ആയിപ്പോയെന്ന് ശരിയാണ്, പക്ഷെ എന്നാൽ പോലും അടി അങ്ങോട്ട് തുടങ്ങി, വെടിക്കെട്ട് നടത്തി. 67 പന്തിൽ 182 റൺസ്, 16 ഫോറുകളാണ് ആ ബാറ്റിൽ നിന്ന്, 9 സിക്സറുകളും. നിതീഷാണ് 44 പന്തിൽ 91 റൺസ്. അദ്ദേഹത്തിന്റെ വിക്കറ്റും സേവ്യർ ബാട്ട്ലറ്റ് ആണ് എടുക്കുന്നത്. അദ്ദേഹം 11 ഫോറും 4 സിക്സ് എടുത്തത്. പിന്നെ ഡേവിഡ് മില്ലർ 3 പന്തിൽ 3 റൺസ്. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ 264-ന് 2. എന്നാൽ ചേസ് ചെയ്യുമ്പോൾ കണ്ടത് എന്താണെന്നറിയോ? കൊടുങ്കാറ്റും ഇടിമഴയൊക്കെയാണ് നമ്മൾ കണ്ടത്. ചേസ് ചെയ്യുമ്പോ അമ്മാതിരി അടി, ബോൾ നിലത്ത് വെക്കുന്നില്ല, എല്ലാം എയറിൽ തന്നെ. പ്രഭ് സിമ്രാനും പ്രിയാൻ ഷാരിയും കൂടി ചേർന്ന് വെടിക്കെട്ടിന് തുടക്കം കുറിച്ചു. അവര് ഒരു 1.5 അടിയായിരുന്നു അടിച്ചത്. അവര് പവർ പ്ലേയിൽ തന്നെ 120 റൺസിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരുന്നു. 7ാമത്തെ ഓവറിലാണ് യഥാർത്ഥത്തിൽ വിക്കറ്റ് പോകുന്നത്. ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിന്റെ പന്തിൽ പ്രിയാൻ ഷാരി ഔട്ട് ആകുന്നു. പിന്നെ അവിടെ നിന്ന് തുടരെ 2-3 വിക്കറ്റുകൾ പോകുന്നുണ്ട്. പ്രഭ് സിമ്രാനിയും കൂപ്പർ കണോളിയുടെ വിക്കറ്റ് ഒക്കെ സൂപ്പർ കണോളിക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. 10 പന്തിൽ 17 കൂപ്പർ കണോളി എടുത്തത്. പ്രഭ് സിമ്രാൻ ആവട്ടെ 26 പന്തിൽ 76, 9 ഫോറും 5 സിക്സറുകളും. കുൽദീപ് യാദവിന് പന്ത് LBW പോകുമ്പോൾ കൂപ്പർ കണോളിയുടെ വിക്കറ്റ് കുൽദീപ് യാദവ് ക്ലീൻ ബൗൾഡ് ആകുന്നു. പിന്നെ അയ്യറിന് കൂട്ടായിട്ട് നെഹാൽ വധേര വരുന്ന ഇമ്പാക്ട് ആയിട്ട് പിന്നീടല്ലേ കണ്ടത്. പിന്നീട് അയ്യറിന്റെ കപ്പാസിറ്റി നമുക്കറിയാമല്ലോ. ഏത് സ്കോറും അയ്യറിന് അനായാസം എടുക്കാൻ പറ്റും. അതിപ്പോ അവർ ഈ കളിയിലിപ്പോ ഹയസ്റ്റ് സക്സസ്ഫുൾ ചേസ് വരെ T20 ഹിസ്റ്ററിയിൽ തന്നെ റെക്കോർഡ് ചേസാണിത്. ഇന്നലെ 265. അതും ഒരു ഓവർ ബാക്കി നിൽക്കുകയാണ് ആ ചേസ് എന്ന് കൂടി കാര്യങ്ങൾ ഓർക്കണം. 19 ഓവർ ആകുമ്പോഴത്തേക്ക് 265 എന്ന സ്കോറിലേക്ക് PBKs എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ PBKസിന്റെ കാര്യത്തിലേക്ക് വന്ന അയ്യറുടെ കാര്യം. അയ്യർ ഈ സീസണിൽ മികച്ച പെർഫോമൻസ് ആണ് ക്യാപ്റ്റൻസി കൊണ്ടും ബാറ്റിംഗ് കൊണ്ടും താരം കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന്റെ 2 ക്യാച്ചുകളാണ് ഇന്നലെ കരുൺ നായർ മിസ്സാക്കി കളഞ്ഞത്. 2ഉം കുൽദീപ് യാദവിന്റെ പന്തിനാണ്. അതെടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഡൽഹിക്ക് വിജയിക്കാമായിരുന്നു. ഇപ്പോ അയ്യർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഞാൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് വിജയിപ്പിക്കാൻ പറ്റുമെന്ന്. ഞാൻ ബോളറുടെ എററൊക്കെ കൃത്യമായിട്ട് ബൗണ്ടറികൾ പായിക്കാൻ തന്നെയായിരുന്നു നിന്നത്. പിന്നെ ശശാങ്കും വധേരൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ പവർ പ്ലേയിൽ അടിച്ചടി,
പ്രിയാൻഷും പ്രഭ്സിമറും ഒരു 1.5 അടിച്ചു കൂട്ടിയത്. ഏതായാലും ഒരു ഓവർ ബാക്കി നിൽക്കുക. PBK ഇപ്പോ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡൽഹിയുടെ ബോളിംഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ എല്ലാവർക്കും അടി കിട്ടിയില്ലേ. അക്യുബ് നബി 2 ഓവർ 41, മുകേഷ് കുമാർ 3 ഓവർ 55, അക്ഷർ പട്ടേൽ 4 ഓവർ 44, നട്രാജൻ 3 ഓവർ 54, കുൽദീപ് 4.46, മുപ്രാജ് നിഗം 2 ഓവർ 24. എല്ലാവർക്കും അടി കൊടുത്തു. PBK ഇപ്പോ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഇപ്പോ ജേക്കബ് കാലിസ് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഡൽഹി 15 റൺസ് ഷോർട്ടായി പോയെന്ന് പറഞ്ഞത്. 264 റൺസ് എടുത്തിട്ടാ പറയുന്നത് 15 റൺസ് ഷോർട്ടായി പോയിന്. അത് PBK ചേസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവർക്ക് 200 300 പ്രശ്നമല്ല എന്ന് ഇന്നലത്തോടുകൂടി മനസ്സിലായിട്ടുണ്ട്. പിന്നെയുള്ളൊരു കാര്യം, ഇപ്പൊ പ്രിയാൻ ഷായും പ്രഭ്സിമ്രാൻ സിംഗും അവരൊന്നുകൂടി പ്രൂവൻ ചെയ്യാണ് നമ്മൾ തന്നെയാണ് ഇപ്പോ IPL ഏറ്റവും മികച്ച ഓപ്പണിംഗ് പെയർ. കാരണം തുടക്കത്തിൽ അവർ ടീമിന് ഒരു ബില്ല് സ്കോർ ആക്കി കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇമ്പാക്റ്റും. പവർ പ്ലേയിൽ നിങ്ങൾ ഒരു 120 130 എടുത്താൽ പിന്നെ വരുന്ന ബാറ്റ്സ്മാർക്ക് പ്രഷർ ഇല്ലാണ്ട് അനായാസമായിട്ട് ഷോട്ടുകൾ പായിക്കാൻ പറ്റും. പിന്നെ അയ്യറിനെ പോലത്തെ ഒരു കപ്പാസിറ്റി താരത്തിന് പറയേ വേണ്ടല്ലോ. അപ്പൊ ഏതായാലും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.